കോളേജിൽ നിൽക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായൊരു നൊസ്റ്റാൾജിയുണ്ട്. ഞാൻ അവിടെ ആ കളക്ഷൻ സെന്ററിൽ നിന്ന് പല സാധനങ്ങളും ഈ ഇലക്ഷൻ സാമഗ്രികളൊക്കെ വാങ്ങി ബൂത്തുകളിലേക്ക് പോയത് ഓർമ്മിക്കുന്നു. അന്നൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് നീങ്ങുന്നത് എന്നറിയുന്നു. ഉദ്യോഗസ്ഥരൊക്കെ വിക്ടോറിയ കോളേജിലേക്ക് എത്തിച്ചേർന്നു. പലരുടെയും മുഖത്ത് ആദ്യത്തെ പോളിംഗ് ഡ്യൂട്ടി ചെയ്യാൻ പോകുന്നതിൻ്റെ സന്തോഷം കാണും. ചിലർക്ക് വന്ന് ഇതെങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്തിട്ട് പോയാൽ മതി എന്നതായിരിക്കും. എപ്പോഴാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുക ദീപക്? അരുൺകുമാർ, ഞാനിവിടെ എത്തുമ്പോൾ നമുക്ക് കൗണ്ടറുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവർ 10 മണിയോട് കൂടിയായിരിക്കും പൂർണ്ണാർത്ഥത്തിൽ വിതരണത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടാകുക. എന്ന് വെച്ചാൽ ഒരു 11 മണിയോട് കൂടിയായിരിക്കും ഉദ്യോഗസ്ഥരുടെ കൈവശത്തിലേക്ക് ഇത്തരം സാധന സാമഗ്രികൾ എത്തുക എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. ഇതിനോടകം തന്നെ കൗണ്ടറുകളെല്ലാം തന്നെ സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവസാനവട്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്ന തിരക്കിലാണ് നിലവിലിവിടെയുള്ള മറ്റുദ്യോഗസ്ഥരെന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 184 ബൂത്തുകളിലേക്കുള്ള സാധന സാമഗ്രികളാണ് നൽകേണ്ടത്. അതിനുവേണ്ടിയുള്ള ഓരോ കൗണ്ടറുകൾ തിരിച്ച് എഴുതിയത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്യാമ്പസിൻ്റെ നമ്മൾ കയറി വരുന്ന ആ ഭാഗത്ത് തന്നെ പൂർണ്ണമായും അത്തരത്തിൽ 1,94,706 വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ളത്. അതിൽ തന്നെ 1,00,000-ലധികം സ്ത്രീകളാണെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ പ്രശ്നബാധിത ബൂത്തുകളുണ്ട്, 7 പ്രശ്നബാധിത ബൂത്തുകൾ. അവിടെ വേണ്ട ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണ സജ്ജമായിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടിയും വരും. ഇനിയിപ്പോൾ ഈ സാധന സാമഗ്രികൾ ഇവിടെ നിന്ന് വിതരണം ചെയ്ത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതാത് ബൂത്തുകളിലേക്ക് എത്തും. അവരവിടെ മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി നാളെ പോളിംഗ് നടക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ മറ്റ് EVM ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ തിരികെ എത്തിക്കുന്നതും ഇതേ ഇടത്തേക്ക് തന്നെയാണ്. ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ കോളേജിലെ ന്യൂ തമിഴ് ബ്ലോക്കിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്ട്രോങ് റൂമിലേക്കായിരിക്കും അത് മാറ്റുക എന്നുള്ളതാണ്. അവിടെയും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇതിനോടകം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായും സജ്ജീകരണങ്ങൾ ഇതിനോടകം തന്നെ ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ കൗണ്ടറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എൻക്വയറിക്ക് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഈ ഒരു മേഖലയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജനറേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, വൈദ്യുതി ആവശ്യമൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ ആ നിലയ്ക്ക് ക്രമീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള മറ്റ് മൈക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ ഒരു മേഖലയിൽ കാണാം. അങ്ങനെ പൂർണ്ണ സജ്ജമായിക്കൊണ്ട് നിലവിൽ വിക്ടോറിയയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വേണ്ടത് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തണം. ഒപ്പം തന്നെ നേരത്തെ സജ്ജീകരിച്ചിട്ടുള്ള VVPAT, EVM ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടി ഇവിടേക്ക് എത്തിക്കണം. ഈ തവണയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ബെല്ലിൽ നിന്നുള്ള 2 എഞ്ചിനീയർമാരെ കൂടി പാലക്കാട് ഇതിനോടകം തന്നെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു മെഷീനിന് കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ അത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. 1500 പേരിലധികമുള്ള 4 ഓക്സിലറി ബൂത്തുകൾ കൂടി ഈ മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ അത് 1500-ൽ കൂടുതൽ ആളുകൾ വരുന്നതുകൊണ്ട് ആ ബൂത്തുകളെ ആ നിലയ്ക്ക് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പൂർണ്ണമായും കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വോട്ടർമാർ നാളെ രാവിലെ 7 മണിയോടുകൂടി ബൂത്തിലേക്ക് എത്തുക, വോട്ട് ചെയ്യുക, അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ ദീപക്, വിക്ടോറിയ കോളേജ് നേരെ മുന്നോട്ടിറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നാൽ അവിടെ ഒരു DC ഓഫീസുണ്ട് CPM-ന്റെ. അതിന് തൊട്ട് മുമ്പിൽ മിൽമ ബൂത്തുണ്ട്. നല്ല ചായ കിട്ടും.